ഹായ്, ഞാൻ റിയാസ് ബിൻ മുബൈദ്. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ നല്ല ആളാണ്, ആർക്കും ഒരു ദോഷവും ഇതുവരെ ചെയ്തിട്ടില്ല, എല്ലാവരോടും സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും നിങ്ങളെ ആളുകൾ ഗൗരവമായി കാണുന്നില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് അവർ യാതൊരുവിധ വിലയും നൽകുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് എന്താണ് തെറ്റുപറ്റിയത് എന്നായിരിക്കും, അല്ലേ? സത്യം എന്താണെന്ന് അറിയാമോ? പലപ്പോഴും പ്രശ്നം നമ്മുടെ വ്യക്തിത്വത്തിലല്ല, നമ്മുടെ പെരുമാറ്റത്തിലെ ചില ചെറിയ ചെറിയ ശീലങ്ങളിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആളുകൾ നിങ്ങളെ അവഗണിക്കുവാൻ കാരണമാകുന്ന ചില സൈക്കോളജി കാരണങ്ങളെക്കുറിച്ചാണ്. സൈക്കോളജി പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ആളുകൾ നമ്മളെ പരിഗണിക്കുന്നത് നാം നമ്മളെ എങ്ങനെ കാണുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് കാണിച്ചാൽ, നിങ്ങൾക്ക് സ്വയം ഒരു മതിപ്പില്ലാതിരുന്നാൽ, എനിക്കൊന്നും കഴിയില്ല, ഞാൻ അത്ര നല്ലവനല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും സംസാരിക്കുകയും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകളും നിങ്ങളെ ആ രീതിയിൽ കാണും. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എങ്കിൽ എല്ലാ ആളുകളും സ്വാഭാവികമായിട്ട് നിങ്ങളെ ബഹുമാനിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, എല്ലാവർക്കും എസ് പറയുന്നത് നിങ്ങളങ്ങ് നിർത്തുക. എല്ലാവർക്കും എല്ലായ്പ്പോഴും എസ് പറയുന്ന ആളുകളെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കാറില്ല. കാരണം അവർക്ക് തോന്നും ഇവൻ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവന് വേറെ കാര്യങ്ങളൊന്നുമില്ല, എന്തിനു വിളിച്ചാലും ഓടിയെത്തും, എന്തും ചെയ്തു തരും. പക്ഷെ നോ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെ ആളുകൾ കൂടുതൽ ബഹുമാനിക്കും. അവർ എല്ലാത്തിനും എസ് പറയാറില്ല എന്നത് തന്നെയാണ് കാരണം. ഇവിടെ എല്ലായിടത്തും എസ് പറയുന്നതിന് പകരം നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ് എങ്കിൽ നോ പറയാൻ കൂടി നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ കാര്യം, ആത്മവിശ്വാസമുള്ളവരായി മാറുക. ആത്മവിശ്വാസം മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ വളരെ മന്ദഗതിയിൽ സംസാരിച്ചാൽ, ആളുകൾ നിങ്ങളെ ആത്മവിശ്വാസം ഇല്ലാത്തവരായി കരുതും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി നേരെ നിന്ന് വ്യക്തമായി സംസാരിക്കുക. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ നിർത്തുക. ചില ആളുകളുണ്ട്, അവരുടെ ഓരോ കാര്യവും വളരെ അധികം അവരിങ്ങനെ വിശദീകരിച്ച് പറയും. ഇത് പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി കാണിക്കും. ആത്മവിശ്വാസമുള്ള ആളുകളുണ്ടല്ലോ, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. ആവശ്യമില്ലാത്ത അനാവശ്യമുള്ള സംസാരങ്ങളെല്ലാം അവർ ഒഴിവാക്കും. അതുകൊണ്ട് നിങ്ങൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ വളരെയേറെ ആലോചിച്ച് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമയം എന്ത് ചെയ്യുക, വിലമതിക്കാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ സമയം വിലമതിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരും നിങ്ങളുടെ സമയത്തെ വിലമതിക്കത്തില്ല. എപ്പോഴും ഫ്രീ ആയിരിക്കുമ്പോൾ ആളുകൾ നിങ്ങൾക്കൊരു വിലയും തരില്ല, ഒരു പരിഗണനയും തരില്ല, ഒരു പണിയുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാത്രമേ കാണൂ. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ കാര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി സമയം മാറ്റിവെക്കുക. ആറാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അത് എല്ലാവരുടെയും ബഹുമാനം നേടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, സാധിച്ചെന്ന് വരും. കാരണം ആളുകൾക്ക് തോന്നും ഇവൻ എന്ത് പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അഭിപ്രായമുള്ള സ്ഥലങ്ങളിൽ, അഭിപ്രായം പറയേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം പറയുക. അതിന് ഭയപ്പെടാൻ പാടില്ല. അവസാനമായി ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമല്ല, അത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വ്യക്തിത്വവും കൊണ്ടാണ് ലഭിക്കേണ്ടത്. ഇന്നു മുതൽ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകൾ നിങ്ങളോടുള്ള സമീപനം മാറ്റി തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും